വെൽക്കം ബാക്ക് ടു ട്രിപ്പിംഗ് ദി പേജ്. അപ്പം ഡെക്കാൻ്റെ ക്യൂൻ ഓഫ് ഡെക്കാൻ എന്നറിയപ്പെടുന്ന പൂനെയിൽ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നിപ്പോൾ നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വഡോദരയാണ്. വഡോദര നമ്മളൊരു 7 o'clock മുന്നേ വഡോദര എത്തുകയാണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ സൂറത്ത് അഹമ്മദാബാദിലാണ് നിൽക്കാൻ വിചാരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഡേ 3 ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 5 o'clock ആയി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ധാബയിൽ കയറിയാണ്. അപ്പം നമ്മൾ ഫുഡ് കണ്ടോ, ഇഡ്ഡലി നമുക്ക് സാമ്പാറിലിട്ട് തന്നേക്കാണ്. അപ്പം ഇവിടെ നമുക്ക് സ്റ്റാൻഡിങ് പൊസിഷനിൽ നിന്നിട്ട് കഴിക്കണം. 2 പേര് ഇവിടെ കഷ്ടപ്പെട്ട് നിന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇവിടെ എല്ലാം മൊത്തം ചെറിയ ചെറിയ ധാബകളാണുള്ളത്. പിന്നെ പൂനെൻ്റെ വശത്ത് തുടങ്ങി. ഇതാ മുന്നിലുള്ളത് പൂനെയാണ്. നമ്മളെ 7th മോസ്റ്റ് പോപ്പുലസ് സിറ്റിയാണ് ഇന്ത്യയിലെ. പിന്നെ അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ 2ാമത്തെ ഏറ്റവും വലിയ സിറ്റിയും പൂനെ തന്നെയാണ്. എപ്പോഴും ഏറ്റവും അധികം ആക്റ്റീവായിട്ടുള്ള ഒരു സിറ്റിയാണ് ഈ പൂനെ എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ ഇന്ത്യൻ ആർമീൻ്റെ സൗത്ത് വേർഡ് കമാൻഡിൻ്റെ ഒരു സെൻറ്റർ എന്ന് പറയുന്നത് ഈ പൂനെയാണ്. അപ്പോൾ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് റഷ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അപ്പം നമ്മളിപ്പം പൂനെന്ന് ലോനാവാല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ലോനാവാല നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല വ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ചില കേവ്സ് ഒക്കെ അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് അവിടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നത് മൊത്തം രാജവംശമാണ്. അപ്പം ഈ മഹാരാഷ്ട്ര ഭാഗത്ത് ഉണ്ടായിരുന്നത് മറാത്ത രാജവംശമാണ്. അവരെ അന്നത്തെ സമയത്ത് തന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ ഒരു പൂനെയായിരുന്നു. അന്ന് തൊട്ട് പൂനെക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഇപ്പോഴും പൂനെ അറിയപ്പെടുന്നത് ഇവിടെ കൾച്ചറൽ സിറ്റി, മഹാരാഷ്ട്രന്റെ കൾച്ചറൽ സിറ്റി എന്നുള്ള പേരിലൂടെ ഈ പൂനെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. നമ്മൾ ആ ലോഗട്ട് ഫോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ആ വഴിക്ക് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ കണ്ട ഒരു വ്യൂ ആണ് കേട്ടോ. ഇത് നമ്മളെ ലോഗട്ട് ഫോർട്ടിലേക്ക് പോകുമ്പോഴുള്ള ലോനാവാലയിലെ സ്ട്രീറ്റ് ആണ്. ഇവിടെ നല്ല റഷാണ്. ഒരു സൈഡിൽ വെജിറ്റബിൾസും പിന്നെ ഫ്ലവേഴ്സ്, മുല്ല, അങ്ങനത്തെ പാത്രങ്ങളെല്ലാം വിൽക്കുന്നുണ്ട്. സൈഡിലും ഭയങ്കര തിരക്കാണ്. ആളുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെയാണെങ്കിൽ വണ്ടികൾ അത്യാവശ്യം കട്ട ബ്ലോക്കായിരുന്നു കേട്ടോ. കാരണം പുള്ളിക്കാരൻ വണ്ടി കൊണ്ട് റൈറ്റ് സൈഡിലേക്ക് കയറ്റി, പക്ഷെ അവിടെ പാർക്ക് ചെയ്യാൻ സ്പേസ് ഇല്ല. ആകെ നമ്മളും പെട്ടു. നമ്മളെ ബ്ലോക്ക് ഏകദേശം ഒന്ന് കുറഞ്ഞു കിട്ടി. നമ്മളിതാ ഈ ലോഗട്ട് ഫോർട്ടിലേക്ക് പോവുകയാണ്. ഈ വഴി ഭയങ്കര റഷാണ് കേട്ടോ. ആകെ 12 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ 1/2 മണിക്കൂറിൽ മുകളിൽ വേണമെന്നാണ് ഗൂഗിൾ ചേച്ചി തന്നെ പറയുന്നത്. നമ്മൾ പോകുന്നത് മഹാരാഷ്ട്രയിലെ ലോഗട്ട് ഫോർട്ടിലേക്കാണ്. ലോഗട്ട് ഫോർട്ട് എന്ന് പറയുന്നത് മറാത്താസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ഫോർട്ടാണ്. ഇവിടേക്കുള്ള വഴി എന്ന് പറയുന്നത് ഭയങ്കര റിസ്കിയാണ്. ഈ ഹിൽ സൈഡിലാണ്. അധിക വെഹിക്കിൾ നിർത്തിയിട്ട് ആളുകൾ പകുതിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ
കുറെ ആളുകൾ ഇറങ്ങി നടക്കുന്നുണ്ട്. നമ്മളെ വണ്ടി എന്തായാലും കൂളായിട്ട് കയറിയണേ. കുറച്ച് റിസ്ക് ആണ്. ഒന്ന് തന്നെ ഏകദേശം ഫസ്റ്റിൽ ഇട്ടിട്ടാണ് ഏകദേശം ഒരു 6 കിലോമീറ്ററോളം മുകളിലോട്ട് കയറാനുള്ളത്. പക്ഷെ എന്നാലും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. നമ്മളിപ്പം നിൽക്കുന്നത് പൂനെന്ന് നമ്മൾ ലോനാവാലയ്ക്ക് വരുമ്പം അതിനിടയ്ക്കുള്ള ഒരു ലോഗഡ് ഫോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫോർട്ടിലാണ്. ഇത് മറാത്താസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ഫോർട്ടാണ്. ഭയങ്കര ഹിൽ സൈഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എൻട്രി ആണിത്. ഇനി നമ്മൾ ഫോണിൻ്റെ അകത്തേക്ക് കയറി നോക്കാം. 25 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത്. പിന്നെ ഫോറിനേഴ്സിനാണെങ്കിൽ 300 അല്ലേ സെവി? 300. കുട്ടികൾക്ക് ചാർജ് ഇല്ല. പിന്നെ മോർണിംഗ് 9 to ഈവനിങ് 5:30 വരെയാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം. ഇതിപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ കേട്ടോ. ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് കയറിയിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള മുകളിലോട്ട് കുറച്ചുണ്ട്. ഹലോ ഗൈസ്. ഈജെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്നാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള വ്യൂ ആണ് ഇപ്പോൾ ഇത്. പകുതിയുള്ള വ്യൂ ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈജെ മുകളിലോട്ട് കയറിയിട്ട്? അധ്വാനം ഫലമായി. മുകളിൽ എത്തിക്കഴിഞ്ഞ ശേഷം നമുക്ക് അതിനുള്ള വ്യൂ കിട്ടിയെന്നാണ് പറയുന്നത്. ആ കാണുന്നതിൻ്റെ മുകളിലോട്ടാണ് നമുക്ക് ഇനി കയറാനുള്ളത്. മറാത്താസിൻ്റെ ഫോർട്ടാണ് ഈ ലോഗ ഫോർട്ട്. ഇവിടെ കാണുന്നത് ഇതാ മറാത്താസ് ബ്രിട്ടീഷുകാർക്കെതിരെ ഉപയോഗിച്ചിരുന്ന പീരങ്കിൻ്റെ ചില ഭാഗങ്ങളാണിത്. പിന്നെ ഇവിടെ കുറച്ച് ഒരു 2019 ഇവിടെ എക്സ്കവേഷൻ നടത്തിയ സമയത്ത് ഇവിടെ ജെയിൻ സ്ക്രിപ്റ്റ്സ് ഇവിടുന്ന് കണ്ട്. ഓക്കെ വാ. ഇതവിടുത്തെ മൗണ്ടൈൻ്റെ മുകളിൽ നിന്ന് നാച്ചുറലി ഒഴുകി വരുന്ന വാട്ടറാണ്. ആ വാട്ടർ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മറാത്താസിൻ്റെ തന്നെ രാജവംശകാലത്ത് തന്നെ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു കുളം പോലത്തെ ഒരു സാധനമാണിത്. ഇതിലെ വെള്ളം നല്ല ക്ലിയർ ഉള്ളതാണ്. ഇപ്പം തന്നെ നല്ല ക്ലിയർ ഉണ്ട്. അപ്പം അന്നത്തെ കാലത്ത് ഈ വെള്ളം കുടിക്കാനുള്ള ആവശ്യത്തിനെല്ലാം ഈ ഒരു പ്യുവർ വാട്ടർ തന്നെ ആയിരിക്കും അവർ എടുത്തിട്ടുണ്ടാവുക. അപ്പം മഹാരാഷ്ട്ര വിസിറ്റ് ചെയ്യുന്ന ആളുകൾ ഇവിടെ നിർബന്ധമായിട്ടും വന്നിരിക്കേണ്ടതാണ്. അപ്പം ലോഗാഡ് ഫോർട്ടിൻ്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ടോപ്പ് വ്യൂ അടിപൊളിയാണ്. പിന്നെ ഇവിടുന്ന് ഒരു 2019 കുറച്ച് സ്ക്രിപ്റ്റ്സ് ഒക്കെ കണ്ടു കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഇവിടെ ജെയിൻസ്, അതായത് ജെയിൻ മതവിശ്വാസികൾ താമസിച്ചിരുന്നതായിട്ട് കുറച്ച് രേഖകളൊക്കെ കിട്ടിയിട്ടുണ്ട്.
ഇത് നമ്മുടെ ഫേമസ് ലോനാവാല ഹൈവേ ആണ്, പൂനെ ഹൈവേ ആണ്. ലോനാവാല എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഫസ്റ്റ് വരുന്ന ഈ ഒരു എക്സ്പ്രസ് ഹൈവേൻ്റെ പിക്കാണ് അതിൽ വരിക. ഇത് നമ്മളെ ലോനാവാല ഹൈവേയിലാണ് കേട്ടോ ഈ ആളുകൾ ഈ കയറി പോണത്. ഈ ഒരു ഇടക്കുള്ള ഈ ഒരു മൗണ്ടൈൻ്റെ മേലേക്കാണ് ആ കയറി പോണത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഇതാ നമ്മളെ പൂനെ ടു മുംബൈ എക്സ്പ്രസ് ഹൈവേയിലാണ് ഉള്ളത്. ഏകദേശം 1.5 മണിക്കൂറായി ഇവിടെ കിടക്കുന്നത്. ഇവിടെ ട്രക്കുകളെല്ലാം ബ്ലോക്കാണ്, മൊത്തം ബ്ലോക്കാണ്. ഒരു ബ്രിഡ്ജിന്റെ മുകളിലാണ് നമ്മളുള്ളത്. അപ്പൊ ഈ സൈഡിൽ നിന്ന് ബ്രിഡ്ജിന്റെ അങ്ങേ അറ്റത്തേക്ക് നോക്കുമ്പോൾ ആ സൈഡ് വരെ ബ്ലോക്ക് കാണുന്നുണ്ട്. ഇനി എപ്പോഴാണ് ഇവിടുന്ന് ഫ്രീ ആവാന്ന് അറിയില്ല കേട്ടോ. ഇത് നമ്മൾ നവി മുംബൈ കഴിഞ്ഞതിന് ശേഷം കയറിയിട്ട് ഇപ്പം നമ്മൾ ആദ്യം വിചാരിച്ച് സൂറത്ത് എത്തുന്നതിന് മുന്നേ തന്നെ സ്റ്റേ ചെയ്യണം, കാരണം രാത്രിയാണ്. നമ്മൾ ഗോവയിൽ നിന്ന്, അതായത് കാലിക്കറ്റിൽ നിന്ന് ഗോവയിലേക്ക് വരുന്ന സമയത്ത് ഗോവ എത്തുന്നതിന് മുന്നേ ഹൈവേ ഉണ്ടെങ്കിൽ കൂടെ തീരെ വണ്ടികളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത് നവി മുംബൈ കഴിഞ്ഞിട്ട് സൂറത്തിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ലൈനാണ്. അതും 1 സൈഡ് 3 ലൈന്, മറ്റേ സൈഡിലും 3 ലൈന്, 6 ലൈൻ ടോട്ടൽ വരുന്നുണ്ട്. അതിനിടയിൽ അവിടുന്ന് വരുന്ന വണ്ടികളോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലേ ഇല്ല. അതായത് അതൊരു 5 കിലോമീറ്റർ കൂടുമ്പോൾ മാത്രമേ യൂ ടേണിലുള്ള ഗ്യാപ്പ് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നൈറ്റിലാണെന്നുണ്ടെങ്കിലും ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമുണ്ട്. സമയം ഇപ്പോൾ 8 o'clock ആയി. നമ്മളിവിടെ ഗുജറാത്ത് സ്റ്റേറ്റിന്റെ ബോർഡർ കയറിയിട്ടുണ്ട്. പിന്നെ ഈ ഗുജറാത്തിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ തന്നെ 2 സൈഡിലായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വലിയ വലിയ ഹോട്ടൽസ് ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ റോഡ് വളരെ സ്മൂത്താണ്. അപ്പം ഞാൻ ഇപ്പോൾ 8 മണിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാനൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഹൈവേയിലാണെങ്കിൽ നല്ലോണം ട്രക്കുകളായിട്ടും വാഹനങ്ങളായിട്ടും ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇത് ഗുജറാത്തിലെ വാപ്പി ടൗൺ ആണ്. രാത്രി 8:30 മണിക്കുള്ള വ്യൂ ആണിത്. അങ്ങനെ നമ്മൾ 10:30 മണിയായപ്പം സൂറത്തിലെത്തി. നമുക്ക് വഡോദര എത്താൻ പറ്റിയില്ല, കാരണം നല്ല ബ്ലോക്കായിരുന്നു. റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ഗുജറാത്തി സ്പെഷ്യൽ എന്താ പറയുക, നമ്മളെ കുൽച്ചിയും റൊട്ടിയും പനീറും കൂട്ടി കഴിച്ച് ഈജെ ഒരു ഫ്രൈഡ് റൈസും കഴിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നാളെ.